സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ദിവസം ഈ റീസെന്റ് ആയിട്ട് ഞാൻ കേട്ടു അപ്സരയും ജിൻഡോയും കല്യാണം കഴിക്കാൻ പോവാണ്. ഈ ജിൻഡോ എന്ന് പറഞ്ഞ ചേട്ടനുമായിട്ട് ഞാനൊരു കോണ്ടാക്ട് പോലും ഇല്ല. എന്റെ ഫോൺ ഞാൻ ഇപ്പൊ തരാം. നമുക്ക് ലൈഫ് പാർട്ട്ണറൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാവും. അതല്ല നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഫസ്റ്റ് നമ്മുടെ ലൈഫിൽ വേണ്ടത് ഹെൽത്ത്, രണ്ടാമത് മണി. എനിക്കങ്ങനെ മീഡിയയിൽ വന്നിരുന്നിട്ട് തിരിച്ച് തെറി വിളിക്കാനുള്ള ഒരു ഗട്സ് ഇല്ലാത്ത ഒരാളാണ്. മീഡിയയിൽ തന്നെ ഞാൻ പോലും മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ന്യൂസായിട്ട് വരുമ്പോൾ വിഷമം തോന്നും. എൻ്റെ പാർട്ട്ണർ വരെ വന്നിട്ട് മുൻ പാർട്ട്ണർ വരെ വന്നിട്ട് എനിക്കെതിരെ എൻ്റെ ആദ്യത്തെ വിവാഹത്തിന് എനിക്കെതിരെ അതിന് ഓപ്പോസിറ്റ് ഒക്കെ പറയാൻ തെളിവുകളും സാമഗ്രികളൊക്കെ ഉണ്ട്. ഒരുമിച്ച് പോകാൻ തീരെ പറ്റുന്നില്ല എന്ന് കാണുമ്പോഴായിരിക്കാം അവര് കാരണം നമ്മൾ നിയമപരമായിട്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മൾ അങ്ങനെ പോകുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന എവിഡൻസ് ആണ്. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും എവിഡൻസ് വേണം. അമ്മ വേറെ എത്ര അമ്മയ്ക്ക് സ്ത്രീ സുഹൃത്തുക്കൾ ഉണ്ടാവുമായിരിക്കും, അവർ മീഡിയ വാർത്ത കാണുന്നതല്ലേ. എൻ്റെ ചേച്ചിയുണ്ട്, അവൾ ടീച്ചറാണ്, അവൾ സ്കൂളിൽ പോവാണ്, അവളെ പഠിപ്പിക്കുന്ന കുട്ടികൾ, അവരുടെ പാരൻസ്. എൻ്റെ ചേച്ചിയുടെ മോനുണ്ട്, അവനിപ്പോൾ 9 വയസ്സാണ്. അവൻ സ്കൂളിൽ പോകുമ്പോൾ ഈ ന്യൂസ് കാണുമ്പോൾ അവൻ വന്നിട്ട് ചോദിക്കാം, ഇളയമ്മ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുക ഇളയമ്മയുടെ കല്യാണം ആയോ എന്ന്, മറ്റേ ബിഗ് ബോസിലെ ജിൻഡോ ചേട്ടനായിട്ട്. അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിലും ചിലപ്പോൾ നമുക്ക് അവർ ഫസ്റ്റ് ആയിരിക്കും. അവർക്ക് നമ്മൾ ഫസ്റ്റ് പോയിട്ടൊരു 10-1 പോലും ആയിരിക്കില്ല. അപ്പം ഉറങ്ങാൻ പറ്റുന്നില്ല, ടെൻഷൻ ഒന്നും നമുക്ക് അതുകൊണ്ട് യാതൊരുവിധ സന്തോഷവും കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കൊരു ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ, മേ ബി ഒരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ഇടപെടാൻ ഒരാളുണ്ട്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. എന്തൊക്കെ പ്രശ്നം വന്നാലും ചിരിച്ചുകൊണ്ടേ അതിനെ അഭിമുഖീകരിക്കുമെന്ന് ഒരാൾ ശപഥം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളെ പറ്റി പലപ്പോഴും കാണുമ്പോൾ എനിക്ക് തോന്നാറ്. അപ്സരയാണ് എന്നോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. നല്ല ഇൻട്രോ ആണല്ലോ. ചിരിച്ചുകൊണ്ട് മാത്രം എന്നെ കണ്ടാൽ മതി, അങ്ങനെ ഒരു കട്ടായം ഉണ്ടോ? അങ്ങനെ നിർബന്ധമുണ്ടോ? കട്ടായൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്നെ വിഷമിച്ച ആൾക്കാർ കാണുന്നതിനെക്കാട്ടിൽ കൂടുതൽ എനിക്കിഷ്ടം എന്റെ സന്തോഷങ്ങൾ അറിഞ്ഞാൽ മതി, എന്റെ ചിരിച്ച മുഖം കണ്ടാൽ മതി എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ 35 കിലോമീറ്ററുകൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന്, മെയിൻ സിറ്റിയിൽ നിന്ന് ദൂരെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് 16 വയസ്സുള്ള ഒരു പെൺകുട്ടി സീരിയലിൽ അഭിനയിക്കാൻ വരുന്നു. ഇപ്പൊ 12 വർഷം, ഒരു വ്യാഴവട്ടം കഴിഞ്ഞിരിക്കുന്നു. ആ 16 വയസ്സുള്ള കുട്ടിയെ ഇന്ന് ആ ഗ്രാമത്തിൽ വെച്ച് കണ്ടുകൂട്ടുകയാണ് അപ്സര തിരിച്ചു പോയിട്ട്. അങ്ങനെ ആണെങ്കിൽ എന്ത് പറയും ആ കുട്ടിയുടെ അടുത്ത്? ഫസ്റ്റ് ചോദിക്കുന്നത്, എന്തിനായിരുന്നു ഇത്ര വർഷം ഇങ്ങനെ ആർക്കൊക്കെയോ വേണ്ടി ഇങ്ങനെ ജീവിച്ചത്? നീ എന്താ നിന്നെ കുറിച്ച് ചിന്തിക്കാത്തത്? നിന്റെ ലൈഫിനെ കുറിച്ച് എന്താ ചിന്തിക്കാത്തത്? എന്താ ഇങ്ങനെ ആയിപ്പോയത്? മേ ബി അങ്ങനെയൊക്കെ ആയിരിക്കും. ഉപദേശിക്കുക കുട്ടിയെ? തീർച്ചയായിട്ടും ഉപദേശിക്കും. ഞാൻ എപ്പോഴും ഞാൻ അങ്ങനെ അധികം ഇന്റർവ്യൂസ് ഒന്നും ഇന്റർവ്യൂസ് കൊടുക്കുന്ന ആളല്ല, വളരെ കുറച്ച് കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ എല്ലാത്തിലും പറയുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് എന്റെ നെഗറ്റീവ്സ് പോലും ഞാൻ വന്നിരുന്ന് പറയണത് എന്താ വെച്ചാൽ, അത് സിമ്പതിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടല്ല, ഇനി ഒരാൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ. എനിക്കറിയാം ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്കത് ദോഷമായിട്ട് ഭവിക്കുമെന്നറിയാം. ഞാൻ ഓരോ ചില ഇന്റർവ്യൂസും ഞാൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു പഠിച്ച് പറയുന്ന ഒരാളല്ല. എനിക്ക് എന്താണോ തോന്നുന്നത് അപ്പൊ ഞാൻ അങ്ങനെ പറയും. പക്ഷെ അത് പിന്നെ ചില കാര്യങ്ങൾ എനിക്കത് നെഗറ്റീവായിട്ട് പിന്നെ എന്റെ ലൈഫിൽ അത് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചിന്തിക്കും, ഈശ്വര അത് പറയണ്ടായിരുന്നു, ഞാൻ എന്തിനാ ഇപ്പൊ അത് പറഞ്ഞത്, ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ അവിടെ കുറച്ച് ഡ്രാമ ആവായിരുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്ന ഒരാളാണ്. എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ 16-ാമത്തെ വയസ്സിൽ സീരിയലിൽ വരുന്നതാ. ഒരുപാട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും സീരിയലിലല്ല ഈ ഒരു മേഖലയിൽ വരാനേ ചാൻസ് ഇല്ലാത്ത ഒരാളാണ്. മീൻസ് ഞാനൊരു സാധാരണ നാട്ടിൻപുറത്ത്, വീട്ടിലെ അമ്മയും ഞാനും ചേച്ചി 3 സ്ത്രീകൾ മാത്രമുള്ളൊരു വീട്. നമ്മുടെ നാട്ടിൻപുറത്തൊരു കോൺസെപ്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ അമ്മയൊക്കെ ചുരിദാർ ഇടാൻ തുടങ്ങിയത് ഇപ്പം ഈ റീസെൻ്റ് ആയിട്ടാണ്. അത് ലോങ് ട്രാവലൊക്കെ പോകുമ്പോൾ സാരി വലിച്ചു കൊടുത്ത് ഇപ്പൊ പല സ്ഥലത്തൊക്കെ ഇറങ്ങേണ്ടി വരുമ്പോൾ സാരി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ചുരിദാറിലേക്ക് മാറിയ ആൾക്കാരാണ്. അത്രയും ഒരു നാട്ടിൻപുറത്തുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ പോലൊരാള് ഇതേപോലത്തെ ഒരു മേഖലയിൽ വരാന്ന് പറഞ്ഞ, എൻ്റെ അമ്മ ആക്ട്രസ് ആണ്, ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്.
അപ്പൊ ആ ഒരു ബേസിക് ഒരു സാധനം ഉള്ളിലുണ്ട്, പക്ഷെ അത് എത്തിപ്പെടുമോന്നൊന്നും ഒരിക്കലും നാട്യം ബ്ലഡ് ലൈനിലുണ്ട്. സി അപ്പം അങ്ങനെ വന്നിട്ട് ചെറുപ്പം മുതൽ വന്നൊരാളാ, വന്നിട്ട് ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നില്ല. ആ ഗൈഡൻസിന്റെ ഇല്ലാത്തതിന്റെ എല്ലാ കുറവുകളും ഇന്ന് നിൽക്കുന്ന അപ്സരയിലുണ്ട്. മേ ബി എനിക്ക് ആ ഒരു ടാലന്റ് കൊണ്ട് ദൈവം എനിക്ക് എല്ലാ അനുഗ്രഹവും തന്ന ഒരാളാണ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരാൾ ഒരിക്കലും, എന്നെപ്പോലെ ഒരാളെന്ന് വെച്ചാൽ അതേപോലെ ഒരു സ്ഥലത്ത് ജനിച്ച് വളർന്നിട്ട് ഒരു സപ്പോർട്ടും ബാക്കിന്നൊരു സപ്പോർട്ടും ഇല്ലാതിരുന്നിട്ട് പോലും ഇതേപോലത്തെ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ ചാൻസ് ഇല്ലാത്ത ഒരാൾ ഇതുവരെ ലഭിക്കാവുന്ന അംഗീകാരങ്ങളൊക്കെ ഒരു പരിധി വരെ ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറ്. കാരണം ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നടാ, ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മയും തന്നെയാണ് യാത്ര ചെയ്തിരുന്നത്, ഞാനും അമ്മയും തന്നെയാണ് ലൊക്കേഷനിൽ പോകുന്നത്. ചില സമയത്തൊക്കെ 40 കിലോമീറ്റർ യാത്ര ചെയ്യണം. അപ്പൊ നാട്ടിൽ നിന്ന് വണ്ടി എടുത്ത് ഇവിടെ വന്ന് 11 മണിക്ക് ഷൂട്ട് കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ വീട്ടിൽ പോയി വീട്ടിലെത്തുമ്പോൾ 5 മണിയാവും. തിരിച്ച് 6 ഒന്ന് ജസ്റ്റ് ഫ്രഷ്. ഞാൻ എന്തിനാണ് അത്രയും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിരുന്നതെന്ന് അറിയില്ല, പക്ഷെ ഇതിനോടുള്ളൊരു ഇഷ്ടം ഉണ്ടല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ കുറേ ബാധ്യതകൾ തലയിലെടുത്ത് വെക്കേണ്ടി വന്നു. എൻ്റെ വീട്ടിലല്ല, അല്ലാതെ എൻ്റെ കുറേ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോയപ്പോൾ കുറേ ബാധ്യതകൾ തലയിൽ വെക്കേണ്ടി വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ എനിക്ക് പൈസ ഉണ്ടാക്കണം, അല്ലാതെ എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരേ സമയം തന്നെ 4-5 വർക്കുകൾ ചെയ്തു. അപ്പോൾ എൻ്റെ ഹെൽത്ത് ഞാൻ പ്രോപ്പറായിട്ട് നോക്കിയില്ല, എൻ്റെ കരിയർ ഞാൻ ഫോക്കസ്ഡ് അല്ലായിരുന്നു. ഇപ്പം ഒരു സീരിയൽ വന്നാലും ഒരു ഷോ വന്നാലും അതിനെ എങ്ങനെ ഞാൻ എന്നെ ബൂസ്റ്റ് ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. വർക്ക് ചെയ്യുന്നു, പൈസ കിട്ടുന്നു, അത് ഇന്നെ ചെലവാക്കുന്നു, അങ്ങനെ ഒരു പൈസകൾ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇതുവരെ എത്തി. കിട്ടിയ കുറേ നല്ല കാര്യങ്ങളുണ്ട്, അതിനെയൊന്നും ഞാൻ യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു ഇപ്പൊ തോന്നുന്നുണ്ട് 8 മണിക്കൂർ ഉറക്കം, നല്ല ഭക്ഷണം, കൃത്യമായി വെള്ളം കുടിക്കുക, അതൊക്കെ ഒരു ലക്ഷറിയാണ്. അയ്യോ, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നു ഉറക്കം, നമ്മുടെ ഹെൽത്ത്, നമുക്ക് ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു, ഞാൻ എപ്പോഴും മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, അയ്യോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. നമുക്ക് ലൈഫിൽ എന്തും കിട്ടും, പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ പൈസ വലിയൊരു കാര്യം കേട്ടോ. ഞാൻ സത്യസന്ധമായി പറഞ്ഞ എനിക്കിപ്പം 29 വയസ്സുണ്ട്. ഇപ്പം ഇതാകുമ്പോൾ 29 വയസ്സാവും. ഈ 29 വയസ്സിനിടയിൽ ഞാൻ നല്ലതിനാണോ മോശത്തിനാണോ എന്ന് പറയണം, ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള, ഞാൻ പോയിട്ടുള്ള വഴികളെന്ന് പറഞ്ഞാൽ ഭീകരമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഹെൽത്ത് ആണെങ്കിലും മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും കുറേ കാര്യങ്ങൾ നമ്മളത് കറക്റ്റ് നമ്മൾ ഫോക്കസ്ഡ് അല്ലെങ്കിൽ നമ്മൾ ഇല്ലാതായിപ്പോ, നമ്മളൊന്നും അല്ലാതായിട്ടും ജീവിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയോ ജീവിക്കുക, അങ്ങനെ അങ്ങ് പോകും. നമുക്ക് ജീവിക്കുക എന്ന് പറയാൻ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഇപ്പൊ എനിക്കൊരു അവാർഡ് കിട്ടി, അപ്പൊ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു കുറെ അവാർഡുകൾ കിട്ടും. സ്റ്റേറ്റ് അവാർഡ്, ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്, പ്രേം നസീർ അവാർഡ്, തിക്കുറിശി അവാർഡ്, കുറെ ആദരവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്തായി? അതുകൊണ്ട് എന്താ, ഒരു ഷെൽഫിൽ വെച്ചിട്ടുണ്ട്, അത്ര തന്നെ. അത് വെച്ചിട്ട് എത്രയോ ആൾക്കാർ, അത്ര പോലും ഇല്ലാത്ത ആൾക്കാർ എവിടേക്കോ എത്തിപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനൊരു, അപ്പൊ ഞാൻ ഈ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസ് അങ്ങനൊരു, ഞാൻ എൻ്റെ ചെറിയ കാലത്തിലേക്ക് തിരിച്ചു പോയ ഒരിക്കലും ഇങ്ങനെ ഒരാളായിട്ട് ഞാൻ മാറൂല. പറയും ഈ പ്രോജക്റ്റിന് ശേഷം ഈ പ്രോജക്റ്റ് പിടിക്കണം, ഇങ്ങനെ സെൽഫ് മാർക്കറ്റ് ചെയ്യണം, അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഒരിക്കലും ഒരു 10-36 സീരിയലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. 10-12 അവാർഡുകൾ, സ്റ്റേറ്റ് അവാർഡൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു 6-7 ബഡായി ബംഗ്ലാവ്, അത് ഇത് ഇവരുടെ 6-7 ഷോകൾ, ബിഗ് ബോസ് ഷോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം ഒരു കഴിവില്ലാത്ത ഒരാൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയോന്ന് വെച്ചാൽ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്നെക്കാൾ ചെറിയൊരാളെടുത്ത് ഞാൻ, അല്ലെങ്കിൽ ഇതിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ എപ്പോഴും പറയും, ഒരിക്കലും അങ്ങനെ ആവരുത്. കറക്റ്റ് നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. ഈ ഒരു പ്രൊഫഷനിൽ മാത്രമല്ല, ലൈഫിൽ എപ്പോഴും നമ്മൾ ഇത് കഴിഞ്ഞ നെക്സ്റ്റ് എന്താന്നൊരു പ്ലാൻ നമുക്ക് എപ്പോഴും വേണം. പിന്നെ ആർക്ക് വേണ്ടിയിട്ടും ജീവിക്കരുത്, ആർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയവും നമ്മുടെ ജീവിതവും നമ്മുടെ സ്നേഹവും നമ്മുടെ ഇഷ്ടവും ഒരാൾക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. 100% ഇൻവെസ്റ്റ് ചെയ്യരുത്. നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മൾ തന്നെയായിരിക്കണം. നമുക്ക് വേണ്ടി മാത്രം എന്നല്ല ഞാൻ പറഞ്ഞു, നമ്മൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് അവർക്ക് കൊടുക്കാവും. ഇപ്പം വിഷ്ണു വന്നിരിക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ സ്വഭാവം എന്താ വെച്ചാൽ, ഇപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ വെച്ചോ, ഫുഡ് കഴിക്കാം,
ഫുഡ് കഴിക്കുന്ന സമയത്തായിരിക്കും വിഷ്ണു ഇപ്പൊ എന്തായാലും ചേച്ചി ഒരു ഷൂട്ടിന് വരുമോ ചോദിച്ചാൽ ഞാൻ ആ ഫുഡ് മാറ്റി വെക്കും. ഫുഡ് മാറ്റി വെക്കും. വിഷ്ണു ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഷൂട്ടിന് വന്നിരിക്കും. എനിക്ക് അങ്ങനെ ഒരു പീപ്പിൾ പ്ലീസിങ് സ്വഭാവം ഉണ്ടായിരുന്നല്ലേ? ഇപ്പോഴും ഉണ്ട്. എനിക്കിപ്പോഴും ഉണ്ട്. എനിക്കത് മാറാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് മാറാൻ ഇനി പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ട്രൈ ചെയ്യാണ്. ഞാൻ പറയുന്നത് ഇനി വരുന്ന ആൾക്കാരോടാ, ആവരുതേ, നിങ്ങൾ ഇങ്ങനെ ആവരുതേ എന്ന് പറയാ. എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് ഞാൻ ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, വിഷ്ണു ഞാനൊന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വരാം. പക്ഷെ ഞാൻ അപ്പോൾ അയ്യോ അത് ഇത്രയും ദൂരം ഒന്നും വന്നേയില്ല, ഞാൻ എന്തിനാ അതിനെ ബുദ്ധിമുട്ടിക്കണ വെച്ചിട്ട് ഞാൻ എന്റെ കാര്യം മാറ്റി വെക്കും. ഇതുകൊണ്ട് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. യാതൊരു വിധ ഗുണവും ചെയ്യാൻ പോകുന്നില്ല. ഒന്നുമില്ല. ഈ ടീനേജ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ 12 to 19, ആ സമയത്താണല്ലോ ഒരാളുടെ ക്യാരക്ടറൊക്കെ നന്നായിട്ട് ബിൽഡ് ആവുക. ആ സമയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട 3 വർഷം, അതായത് 16 തൊട്ട് 19 വരെ സീരിയലിനകത്താണല്ലോ. ഈ 16 തൊട്ട് 19 വരെ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ അവരുടെ ലൈഫ് പാർട്ട്ണറിനെ പറ്റിയിട്ടുള്ള അവരുടെ കുറെ ഫാസിനേഷൻസ്, എന്താവണമെന്ന്, കരിയറിൽ എന്താവണം എന്നുള്ള തീരുമാനങ്ങൾ. പക്ഷെ അപ്പോഴേക്കും അപ്സര വർക്ക് ചെയ്ത് തുടങ്ങി. ഈ 16 തൊട്ട് 19 എങ്ങനെയായിരുന്നു? എന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്തത് ഈ 16 തൊട്ട് 19 ആയിരുന്നു. ആക്ച്വലി ഞാൻ 16-ാമത്തെ വയസ്സിലെ സീരിയലിൽ വരുന്നത്. 16 സീരിയൽ വന്നു, സീരിയലിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനെക്കുറിച്ചൊരു ധാരണയില്ല, ഈ പ്രൊഫഷനെ കുറിച്ചൊരു ധാരണയില്ല. വരുന്ന വർക്കുകളൊക്കെ വാരി വലിച്ച് ചെയ്തു. ഒരു ക്യാരക്ടർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇന്നത് ഇനി ചെയ്യാവൂ, അല്ലെ ഇന്നത് ചെയ്യരുതെന്ന് അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ല. വരുന്നതൊക്കെ ചെയ്തു. അങ്ങനെ സ്വന്തമായിട്ട് സെൽഫ് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാതെ അങ്ങനെ ആ ഒരു ഗോ വിത്ത് ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു 18-19 വയസ്സ് 20 വയസ്സായപ്പം ആദ്യ വിവാഹം, അങ്ങനെയൊക്കെ ലൈഫിൽ ഒരു പ്ലാൻ ഇല്ലാതെ പോയി. അപ്പൊ ഒരു 16 തൊട്ട് ഒരു 19 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമുക്ക് ഇഷ്ടങ്ങളാവാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാവാം, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരിക്കലും ഒരു കാര്യത്തിലും ആ സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മുടെ കരിയർ, നമ്മുടെ ലൈഫിൽ ഒരു ബേസിക് സ്റ്റാൻഡ് ഉണ്ടാക്കിയതിന് ശേഷമേ നമ്മൾ എപ്പോഴും ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാവൂ, എപ്പോഴും. അല്ലാതെ അതിനു മുമ്പ് നമുക്ക് ലൈഫ് പാർട്ട്ണറൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാവും. അതല്ല നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഫസ്റ്റ് നമ്മുടെ ലൈഫിൽ വേണ്ടത് ഹെൽത്ത്, രണ്ടാമത് മണി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അത് മറന്നിട്ട് ഒന്നും ചെയ്യരുത്. നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ സ്വന്തം കാലിൽ നിന്ന് നമുക്ക് നിൽക്കാൻ പറ്റും. കാരണം ജോലി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ എല്ലാരും എന്റെ എക്സ്പീരിയൻസ്, ഞാൻ കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് സ്വന്തം കാലിൽ നിൽക്കണം, ജോലി നേടണം, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് എല്ലാരും പറയും. പക്ഷെ അതിലൊരു തിരുത്തുണ്ട്. ജോലി ഉണ്ടായിട്ട് കാര്യമില്ല, ആ കിട്ടുന്ന പൈസ നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു മണി മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം നമ്മൾ എവിടെ പോകുമ്പോഴും വലിയ വലിയ ആൾക്കാർ വരെ ഇങ്ങനെ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണം, നമ്മൾ ഏൺ ചെയ്യണം. ഏൺ ചെയ്തിട്ട് കാര്യമില്ല, നമ്മളത് ഇൻവെസ്റ്റ് അല്ല, നമ്മളതിനെ സേവ് ചെയ്യണം. അതിലാണ് കാര്യം. എനിക്കിപ്പോ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ 1.5 ലക്ഷം രൂപയായിട്ട് ചെലവാക്കുന്ന അതില് കാര്യമില്ല. നമുക്കിപ്പോ 50,000, ഇപ്പൊ എന്റെ ചേച്ചി ഭയങ്കരമായിട്ട് മണി മാനേജ്മെന്റ് ഉള്ള ഒരാളാണ്. അപ്പൊ പുള്ളിക്കാരത്തിക്ക് 10,000 രൂപ കിട്ടുവാണെങ്കിൽ പുള്ളിക്കാരത്തി അത് എങ്ങനെയെങ്കിലും സേവ് ചെയ്ത്, പുള്ളിക്കാരി എല്ലാം നോക്കും, പക്ഷെ അത് സേവ് ചെയ്യും. പുള്ളിക്കാരി ഒരു 5,000 രൂപയിലും പുള്ളിക്കാരത്തി മാറ്റി വെക്കും. ഇപ്പൊ എനിക്കൊരു 10,000 രൂപ തരാ വെച്ചോ, 15,000 രൂപ അടുത്ത് വെച്ചിട്ട് ഞാൻ ചെലവാക്കുന്നതാണ്. അതിന് കാര്യമില്ല. പൈസ നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് മാക്സിമം നമ്മൾ സേവ് ചെയ്യണം. പിന്നെ കുറെ വർഷം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം, പണ്ടാണ് കിട്ടിയ പൈസയൊക്കെ എവിടെ പോയിന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഭയങ്കര സങ്കടം തോന്നും. പ്രണയജീവിയായിരുന്നോ? പ്രണയജീവിയല്ല, ഭയങ്കര സ്നേഹം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സ്നേഹത്തിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. സ്നേഹത്തിന് ഭയങ്കര അഡിക്റ്റഡ് ആയി പോകുന്ന ഒരാളാണ് ഞാൻ. അത് പ്രണയം തന്നെ വേണമെന്നില്ല, സൗഹൃദമാണെങ്കിലും ലൈക്ക് നമുക്കൊരു കിട്ടുന്ന ഒരു കെയറിങ് ആണെങ്കിലും, അത് പ്രണയമാണെങ്കിലും സ്നേഹത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. മരിച്ചു നിൽക്കും ഞാൻ, ചത്തുപോകും, ഞാൻ അതിൽ ചത്തുപോയ ഒരാളാണ്. സീരിയസ്ലി ലൈഫില് സ്നേഹം കൊടുത്ത് നഷ്ടങ്ങൾ വാങ്ങിച്ച ഒരാളാണ്. സ്നേഹത്തിന് വേണ്ടി മരിച്ചു നിൽക്കുന്ന ഒരാളാണ്. ലൈക്ക് കുട്ടിക്കാലത്ത് എന്റെ ഫാദർ പോലീസിലായിരുന്നു. ഞാൻ ബിഗ് ബോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റോറി, അതുകൊണ്ടൊക്കെ പറഞ്ഞില്ലേ പറയില്ലായിരുന്നു. അമ്മ ആക്ട്രസ് ആയിരുന്നു, അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈം എത്തി, ഇപ്പൊ ഞാൻ ജനിച്ചതിന് ശേഷം
അവരുടെ ഒരു വലിയ അടി ഉണ്ടായി. അവര് ലൈക് പിന്നെ അച്ഛന്റെ അമ്മയും സെപ്പറേറ്റഡ് ആയതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിനിടയിൽ അമ്മയ്ക്ക് ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പൊ ഞാനും ചേച്ചി തമ്മിൽ ഒരു 3 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പം നാട്ടും പുറത്തൊരു സ്ത്രീയാ. അപ്പൊ അവർക്ക് വേറെ ഡിപ്പെൻഡ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. അപ്പൊ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അമ്മ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടങ്ങള്, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനും ചേച്ചി ഇപ്പോഴൊക്കെയാണ് ഞങ്ങൾ അമ്മയെ വഴക്ക് പറയും, അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു പറയും. പക്ഷെ അമ്മ അങ്ങനെ ജീവിക്കാൻ മറന്നുപോയ ഒരാളാണ്. അച്ഛൻ അച്ഛൻ്റെതായിട്ടുള്ള ഒരു ലോകത്ത് പോയി. പിന്നെ ഞാനൊരു 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ചെറുപ്പം മുതലേ ആ സ്നേഹം കിട്ടാതെ വളർന്നതിന്റെ എല്ലാ ഡീമെറിറ്റ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു സ്ഥലത്ത് നമുക്ക് ഞാൻ വേറെ കാര്യം ചോദിച്ചു. ഇപ്പൊ ഒരാളെ പ്രണയിക്കുമ്പോഴേ, പുരുഷനെ പ്രണയിക്കുമ്പോ അറിയാതെ ഈ അച്ഛനിൽ നിന്ന് കിട്ടാത്തത് എന്തോ കിട്ടുന്നു, അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടുമോ? അച്ഛനിൽ നിന്നല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എനിക്കൊരു ബ്രദർ ഉണ്ടെന്ന് വെച്ചോ. ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂ, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ എനിക്കൊരു ചേട്ടനുണ്ടെങ്കിൽ എനിക്ക് വേറൊരു പുരുഷൻ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ലോകത്ത് ഇപ്പൊ സ്ത്രീയും പുരുഷനും എത്ര ഈക്വൽ എന്ന് പറഞ്ഞാലും പുരുഷനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അത് പുരുഷനെ കൊണ്ടേ ചെയ്യാൻ പറ്റും. സ്ത്രീകളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ സ്ത്രീകളെ കൊണ്ടേ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്റെ വീട്ടിൽ എനിക്കൊരു അച്ഛനോ ഒരു ബ്രദറോ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി എനിക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഡിപ്പെൻഡൻസി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസാ. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ചെറുപ്പം മുതൽ എന്റെ അമ്മയോ അച്ഛനോ എന്നെയും ചേച്ചി അങ്ങനെ പാമ്പർ ചെയ്ത് വളർത്തിയ ആൾക്കാരല്ല. അവരുടെ പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മളെ കൊഞ്ചിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെ നോക്കി അമ്മ തരുന്നത് എന്താണോ അതാണ് എനിക്ക്, അമ്മ വാങ്ങിത്തരുന്ന ഡ്രസ്സാണ് എന്റെ ഡ്രസ്സ്, അമ്മ ചെയ്യാൻ പറയുന്നത് എന്താണോ അത്, അല്ലെ അച്ഛൻ അത് അങ്ങനെ വളർന്ന ആൾക്കാരാ. പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഒരാൾക്കാർ നമ്മളെ ഇഷ്ടം അനുസരിച്ചിട്ട് പെരുമാറുന്ന കാണുമ്പോൾ അയ്യോ നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട, അവരാണ് നമ്മുടെ ലോകം, അവർക്ക് വേണ്ടി എല്ലാം ഇൻവെസ്റ്റ് ചെയ്യും നമ്മൾ, നമ്മുടെ സമയവും സ്നേഹവും ഇഷ്ടവും ഒക്കെ എല്ലാം മറന്ന്, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മൾ അങ്ങനെ സ്നേഹിക്കും. പക്ഷെ പിന്നെയാണ് അവര് ചിലപ്പോൾ നമ്മൾ അങ്ങനെ കാണണമെന്നില്ല, നമുക്കാണ് അത് കിട്ടാത്തതിന്റെ കുഴപ്പം. എനിക്കാണ് സ്നേഹം കിട്ടാത്തതിന്റെ, അവർക്ക് അങ്ങനെയല്ലല്ലോ. ഞാൻ അവരാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ അവർക്ക് ചിലപ്പോൾ നമ്മളെ പോലെ 10 ആൾക്കാരുണ്ടാവുമായിരിക്കും. നമുക്ക് പിന്നെ ഒരു പർട്ടിക്കുലർ മൊമെന്റ് എത്തുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, തിരിച്ചത് കിട്ടാതെ വരുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. ഒരു ഓപ്ഷൻ മാത്രമാണെന്നൊക്കെ അറിഞ്ഞിട്ട് തകർന്നു പോയിട്ടുണ്ടോ? ഓപ്ഷൻ മാത്രം അങ്ങനെയല്ല, ഞാൻ വെച്ചാല് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് പ്രയോറിറ്റി അല്ല, അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിലും ചിലപ്പോൾ നമുക്ക് അവർ ഫസ്റ്റ് ആയിരിക്കും, അവർക്ക് നമ്മൾ ഫസ്റ്റ് പോയിട്ട് ഒരു 10-ൽ 1 പോലും ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു അപ്സര, ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ എങ്ങനെ കാണപ്പെടുന്നു, അത് നമ്മൾ എപ്പോഴും ചിരിച്ചിട്ട് നിൽക്കണം, നമ്മൾ ഇതൊരു ഷോ ബിസിനസ് ആണല്ലോ, അങ്ങനെയല്ലേ പറയാം. പക്ഷെ ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള സന്ദർഭങ്ങൾ ഇതൊന്നും വെച്ചിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതിനെന്താ അപ്സര ചെയ്യുന്നത്? അതെ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾക്ക് പോലും ഞാൻ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുന്ന ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും അവർക്ക് ഒരു സമയം പോലും തോന്നിയിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ തോന്നിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ എൻ്റെ ഹാപ്പി ഫേസ് മറ്റുള്ളവർ കാണണം എന്ന് ഭയങ്കര, അതിലെനിക്ക് ഭയങ്കര നിർബന്ധമുള്ള ഒരാളാണ്. ചിലപ്പം ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഞാൻ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ പുറത്ത് എൻ്റെ സങ്കടം അങ്ങനെ ഞാൻ സങ്കടപ്പെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ഒരു പ്ലേസിൽ, അല്ലെ അത്രയും എൻ്റെ ഏറ്റവും സേഫായിട്ട് എനിക്ക് തോന്നി എൻ്റെ അത്ര ഇതായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ മാത്രമേ ഞാൻ എൻ്റെ ഏറ്റവും വിഷമ ഒരു ഫേസ് ഞാൻ കാണിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ച് ലൈക്ക് ഞാൻ കാണിക്കൂല. ഞാനിങ്ങനെ കുറച്ച് അധികം എല്ലാവരും ചോദിക്കും എപ്പോഴും ഇതിങ്ങനെ വർത്താനം പറയാ, എപ്പോഴും ഇത് ഭയങ്കര ഓണാണല്ലോ. ഞാൻ എല്ലാവരുടെ അടുത്ത് അങ്ങോട്ട് ഇടിച്ചു കയറി മിണ്ടുന്ന ഒരാളല്ല കേട്ടോ. ആ കാര്യത്തിൽ കുറച്ച് ഇൻട്രോവേർട്ടാണ് ഞാൻ. പക്ഷെ അടുത്താല് ഞാൻ ഭയങ്കര ഒച്ചപ്പാടാ, ഭയങ്കര ബഹള, ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, മനസ്സിലായല്ലോ, നിർത്തൂല, ഇങ്ങനെ വർത്താനം പറയും. എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ചിരിച്ച് വർത്താനം പറയാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എല്ലാവരും വിചാരം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ ഹൈഡ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. തൊട്ട് മുന്നേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കരഞ്ഞ് വിളിച്ച് സങ്കടം വന്ന് ഇങ്ങനെ പ്രാന്തെടുത്തിരിക്കുമായിരിക്കും. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ ഇഷ്ടമല്ല. എന്താ അറിയോ, നമ്മൾ അങ്ങനെ കാണിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമൊന്നുമില്ല. ഞാൻ അങ്ങനെ വേറെ ആൾക്കാരെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ ഇപ്പം ഞാൻ വന്ന സമയത്തൊക്കെ സീരിയലൊക്കെ വന്ന സമയത്താണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇപ്പം നമുക്ക് അത്രയും ഭയങ്കര വിഷമം വന്നിട്ട് ചില ആൾക്കാർ അവരുടെ സങ്കടം നമ്മളൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും പറഞ്ഞത്. പക്ഷെ അവരിങ്ങനെ മാറുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ അവര് 2 അഭിപ്രായം പറയും. കുറ്റം പറയണതും കേട്ടിട്ടുണ്ട്. അപ്പൊ അവരെ പറയുന്ന പോലെ ആയിരിക്കുമല്ലോ നമ്മളെയും പറയുന്നത്. അപ്പൊ എന്തിന് നമ്മുടെ ആ ഒരു വിഷമം, നമ്മൾ സന്തോഷിക്കാന്ന് ആൾക്കാർ അറിയുന്നതല്ലേ നല്ലത്. നമ്മൾ സങ്കടപ്പെടാന്നറിയുമ്പോ
അയ്യോ പാവല്ലേ എന്ന് പറയുന്ന ആൾക്കാർ വളരെ കുറച്ചായിരിക്കും. മെജോറിറ്റി ആൾക്കാരും അത് അവളുടെ സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ അവൾക്കത് വേണം അങ്ങനെ അല്ലെ അവനത് വേണം എന്ന് പറയുന്ന ആൾക്കാരാണ് മെജോറിറ്റി ആൾക്കാരും. നമ്മൾ നല്ലതെന്ന് അറിയിച്ചാൽ മതി. നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ഓക്കെയാണ്, അങ്ങനെ അതല്ലേ നല്ലത്. അപ്സര, ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ട് ആളുകൾക്ക് തോന്നാം. എന്നാലിപ്പോൾ നമ്മളൊരു കസേര മേടിക്കാൻ വേണ്ടി ഒരു ഫർണിച്ചർ ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ 10ഓളം കസേരകളിൽ ഇരുന്ന് നോക്കി നമ്മുടെ കംഫർട്ട്, നമ്മുടെ ഡിസൈൻ, നമ്മുടെ ഇൻറ്റീരിയറിനെ അതെങ്ങനെ മാച്ച് ചെയ്യുന്നു, നമ്മുടെ എസ്തെറ്റിക്സ് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു കസേര വാങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കുറേ ട്രയൽ ആൻഡ് എററിലൂടെ ആയിരിക്കും നമ്മുടെ ഈ ലൈഫ് പാർട്ണറെ അല്ലെങ്കിൽ കമ്പാനിയനെ കണ്ടുമുട്ടുക. ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അപ്സരയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാ കാലത്തും ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകളിൽ ഇത് ഹൈലൈറ്റഡ് ന്യൂസ് ആണ്. അപ്സരയുടെ എത്രയോ ഡിവോഴ്സുകൾ കഴിഞ്ഞിരിക്കുന്നു, എത്രയോ വിവാഹങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ സോഷ്യൽ മീഡിയ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരുന്ന ഈ ഒരു ഏർപ്പാടുണ്ടല്ലോ, ഇതായിട്ട് ഇപ്പൊ പൊരുത്തപ്പെട്ടോ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഒരിക്കലും പൊരുത്തപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, അത് ആ കാര്യത്തിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഹെൽപ്ലെസ് ആണ്. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ സിസ്റ്ററാന്ന് വെച്ചോ, എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ദിവസം ഈ റീസെന്റ് ആയിട്ട് ഞാൻ കേട്ടു അപ്സരയും ജിൻഡോയും കല്യാണം കഴിക്കാൻ പോവാണ്. ഈ ജിൻഡോ എന്ന് പറയുന്ന ചേട്ടനുമായിട്ട് ഞാനൊരു കോണ്ടാക്ട് പോലും ഇല്ല. എൻ്റെ ഫോൺ ഞാൻ ഇപ്പൊ തരാം, കോണ്ടാക്ട്സ് പോലും ഇല്ല. ഞങ്ങൾ പബ്ലിക്കായിട്ട് എന്തെങ്കിലും വരുമ്പോൾ അദ്ദേഹത്തിന് എന്നോട് ഒരു വൈരാഗ്യമോ ഒരു ദേഷ്യമോ പിണക്കോ ഒന്നുമില്ല. എനിക്ക് അദ്ദേഹത്തിനോടുമില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് നാൾ ഒരു ഷോയിൽ ഉണ്ടായിരുന്ന 2 ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് പക്ഷെ ഞങ്ങൾ അങ്ങനെ കോണ്ടാക്ട്സ് ഇല്ല. അദ്ദേഹത്തിനെ വെച്ചിട്ട് വരെ പറയാന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്തിനാണ് മീഡിയസിൽ അങ്ങനെ ഒരു ന്യൂസ് കൊണ്ട് എന്താണ് അവർക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നൊരു വിഷമം ഉണ്ടല്ലോ. കാരണം എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയുണ്ട്. അമ്മ വേറെ എത്ര അമ്മയ്ക്ക് സ്ത്രീ സുഹൃത്തുക്കൾ ഉണ്ടാവുമായിരിക്കും. അവർ വാർത്ത കാണുന്നതല്ലേ. എൻ്റെ ചേച്ചിയുണ്ട്, അവൾ ടീച്ചറാണ്, അവൾ സ്കൂളിൽ പോവാണ്, അവളെ പഠിപ്പിക്കുന്ന കുട്ടികൾ, അവരുടെ പാരൻസ്. എൻ്റെ ചേച്ചിയുടെ മോനുണ്ട്, അവനിപ്പോൾ 9 വയസ്സാണ്. അവൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് സിദ്ധൂട്ടൻ വന്ന് സിദ്ധാർത്ഥ എന്ന പേര് സിദ്ധൂട്ടൻ, അവൻ 9 വയസ്സാണ്, അവൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുക. ഈ ന്യൂസ് കാണുമ്പോൾ അവൻ വന്നിട്ട് ചോദിക്കുക, ഇളയമ്മ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുക ഇളയമ്മയുടെ കല്യാണം ആയോ എന്ന്, മറ്റേ ബിഗ് ബോസിലെ ജിൻഡോ ചേട്ടനായിട്ട്. ഞാൻ അവനടുത്ത് എന്താ പറയുക? അവനെ കൊച്ചിനോട് എന്ത് പറഞ്ഞിട്ടാ മനസ്സിലാക്കുക? അവൻ എന്നോട് വന്ന് ചോദിക്കണമെങ്കിൽ അവൻ്റെ സ്കൂളിൽ അത് ഡിസ്കഷൻ ആയിട്ടല്ലേ, അവൻ്റെ ഒപ്പമുള്ള പിള്ളേരെ സംസാരിച്ചിട്ടല്ലേ. അപ്പോൾ എനിക്കപ്പം ഭയങ്കര നിസ്സഹായ അവസ്ഥയായിട്ട് എനിക്ക് എന്താ ചെയ്യാന്നറിയില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്കൊരു ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ, മേ ബി ഒരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ഇടപെടാൻ ഒരാളുണ്ട്. അപ്പൊ നമുക്കങ്ങനെ അപ്പൊ ഞാൻ തന്നെ പോണം. എനിക്കങ്ങനെ മീഡിയയിൽ വന്നിരുന്നിട്ട് തിരിച്ച് തെറി വിളിക്കാനുള്ള ഒരു ഗട്സ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനു മുമ്പ് എനിക്കെതിരെ ഒരു 1500 ഗോസിപ്പുകള്, 1500 ന്യൂസുകള്, കുറെ ആൾക്കാർ വന്നിട്ട് എനിക്കെതിരെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. സ്റ്റിൽ ഈവൻ എൻ്റെ പാർട്ട്ണർ വരെ വന്നിട്ട്, മുൻ പാർട്ട്ണർ വരെ വന്നിട്ട് എനിക്കെതിരെ, എൻ്റെ ആദ്യത്തെ വിവാഹത്തിൽ എനിക്കെതിരെ പറഞ്ഞു. എനിക്ക് അതിന് ഓപ്പോസിറ്റ് ഒക്കെ പറയാൻ എൻ്റെ കയ്യിൽ ഈവൻ എന്നെ പറ്റി പറയുന്ന ആൾക്കാർക്കെതിരെ പറയാൻ തെളിവുകളും സാമഗ്രികളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നിയമപരമായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും മീഡിയയിൽ വന്നിരുന്ന് പറയാൻ എന്തിനാന്നൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ വരില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ നിയമപരമായിട്ട് പോയാലും, ഇന്ന് എനിക്ക് സമൂഹത്തിനോടാണെങ്കിലും നിയമപരമായിട്ടുള്ള അവരോട് പറയേണ്ട ഒരു കാര്യം, സ്ത്രീകൾക്ക് ഭയങ്കര മുൻഗണന എന്ന് പറയും. എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. എവിടെയും നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും തെളിവുകൾക്കാണ് ഇമ്പോർട്ടൻസ്. നമ്മളിപ്പം ഞാനും താനും ഇപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം, ഇയാൾ വന്നിട്ട് എന്നെ ഒരു തല്ല് തല്ലിയാൽ ഞാനിപ്പോൾ ഫോൺ, എനിക്ക് ക്യാമറ എപ്പോഴും ഓണാക്കി വെക്കാൻ പറ്റും. ഇപ്പം കൂടുതൽ ആൾക്കാർ പറയും എന്ത് വന്നാലും ആൾക്കാർ ഇപ്പൊ ഫോൺ എടുത്തിട്ട് അത് പെട്ടെന്ന് ഷൂട്ട് ചെയ്യും. എന്തിനാന്ന് പറയും, അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഞാൻ എന്താന്ന് വെച്ചോ, ഇപ്പം എനിക്ക് എൻ്റെ അടുത്ത് ഒരാൾ റോങ് ആയിട്ട് എൻ്റെ ഫോണിൽ ഞാൻ ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ കോൾ റെക്കോർഡ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പോ ഞാൻ ചെയ്യും. കാരണം എപ്പോഴാണ് ഒരാൾ നമ്മളടുത്ത് റോങ് ആയിട്ട് സംസാരിക്കുന്നത്, എപ്പോഴാണ് അത് ആവശ്യം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നിയമപരമായിട്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റൂ. നമ്മൾ അങ്ങനെ പോകുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന എവിഡൻസ് ആണ്. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും എവിഡൻസ് വേണം. എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതാക്കുക. അപ്പം ഞാൻ അങ്ങനെ കുറേ മീഡിയയിൽ തന്നെ ഞാൻ പോലും മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ന്യൂസായിട്ട് വരുമ്പോൾ വിഷമം തോന്നും. ഇപ്പൊ ഫാമിലി കാര്യം ചോദിച്ചു, ഇപ്പൊ നമ്മൾ ചെയർ വാങ്ങുന്നത് പോലെ അല്ല നമ്മൾ ഒരു പാർട്ട്ണറെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ചെയർ നമ്മൾ വാങ്ങുമ്പോൾ നമുക്കറിയാം അതിന് ഇത്ര നാളത്തെ യൂസേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ വേറൊരു സാധനം വാങ്ങാം
ബ്യൂട്ടിഫുൾ. നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അല്ല, നമുക്ക് അത് വാങ്ങുമ്പോഴേ അറിയാം ഈ സാധനം ഇത് നിങ്ങൾ വാങ്ങിച്ചതിന്റെ ഭംഗി കൊണ്ടും ഇതിരിക്കാനുള്ള ഒരു കംഫർട്ട്സ് ഇതുണ്ട്. അതെ അതെ അതെ. ഇനി എത്ര കാലം നിങ്ങൾ യൂസ് ചെയ്യും? പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ലൈഫ് പാർട്ട്ണറെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഇപ്പൊ വിഷ്ണു വിവാഹം കഴിക്കാൻ പോകും, ലൈക്ക് ഭാവിയിൽ കഴിക്കാൻ പോകും, എപ്പോഴെങ്കിലും വിചാരിക്കും 2 വർഷം ഇതിന് അതിന്റെ അടുത്ത് വേറൊരാളെ. ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. നമ്മൾ അപ്പോഴും വിഷ്ണു എന്താ ചിന്തിക്കുന്നത്, ഈശ്വരാ എനിക്ക് ലൈഫ് ലോങ് എന്റെ മരണം വരെ എന്റെ ഒപ്പം ഉണ്ടായിരിക്കണം, എന്റെ കുട്ടികളെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയാലും എന്റെ ലൈഫ് എന്റെ തലമുറ നിലനിർത്താനുള്ള അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് ആ ഒരു ലൈഫ് പാർട്ട്ണർ നമ്മൾ ലൈഫിൽ എടുക്കുന്നത്. നമ്മുടെ സുഖത്തിലും നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ ഉള്ളതിലും ഇല്ലാത്തതിലെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവണം. പക്ഷെ നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ക്യാരക്ടറും നമുക്ക് ഈ ചക്കയോ മാങ്ങയൊന്നും അല്ലല്ലോ നമുക്കിങ്ങനെ പൊളിച്ചു നോക്കാൻ. പിന്നെ ഇതെല്ലാം നമ്മുടെ ഭാഗ്യം പോലെ, ഭാഗ്യം എന്നുള്ള സാധനം എലമെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അവരെ വിവാഹം കഴിച്ചാൽ നമ്മൾ അവരുടെ അടുത്ത് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് നമുക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ, ഇപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വിവാഹം എന്ന് പറയുന്നത് ഒരുമിച്ച് ജീവിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തുമ്പോൾ തീരെ പറ്റില്ല. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്കും ഉണ്ടായിരിക്കാം, അവരുടെ ഭാഗത്തെ മിസ്റ്റേക്കും ഉണ്ടായിരിക്കാം. അതാരും വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല. 2 ക്യാരക്ടർ നമ്മൾ ഒരിക്കലും പൊരുത്തപ്പെട്ട് പോവില്ല, നമ്മുടെ ക്യാരക്ടറായിട്ട് ഒരു ഇതും പോവില്ല എന്ന് വരുമ്പോഴത്തേക്കും ശരി വേണ്ട, അങ്ങോട്ട് പരസ്പരം തമ്മിൽ തല്ലി നമ്മൾ മാത്രമല്ല. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഒരിക്കലും നശിച്ചു പോട്ടെ പണ്ടാറടങ്ങ ഒരു 2 വർഷത്തിൽ കൂടുതൽ ഇയാളുടെ ഒപ്പം ജീവിക്കേണ്ടി വരരുതേ എന്ന് വിചാരിച്ചിട്ട് വിഷ്ണുവിന് തോന്നുന്നുണ്ടോ ലോകത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ? കാരണം നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ പൈസ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ ഇഷ്ടം, നമ്മുടെ എല്ലാം നമ്മൾ അയാൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരാളെ നമ്മുടെ ലൈഫിലേക്ക് എടുക്കുന്നത്. നമ്മുടെ 2 വർഷത്തേക്ക് ഈ സാധനം വെച്ചിട്ട് 2 വർഷം കളഞ്ഞിട്ട് അടുത്ത് എടുക്കാന്ന് വെച്ചിട്ട് ഒരാളും, ഞാൻ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരാളും അങ്ങനെ ചെയ്യുന്നത്. ഒരുമിച്ച് പോകാൻ തീരെ പറ്റുന്നില്ല എന്ന് കാണുമ്പോഴായിരിക്കാം അവര് വേണ്ട. നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സാധനം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ഒരു വണ്ടി തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടായിരിക്കും ഒരു വണ്ടി വാങ്ങുന്നത്. അത് നമ്മൾ വണ്ടി ഉപയോഗിച്ച് നമുക്ക് തീരെ അത് പറ്റുന്നില്ല, അതിന്റെ എന്നും പഞ്ചർ, എന്നും പ്രശ്നങ്ങൾ, അത് നമ്മൾ വേണ്ട, നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണെങ്കിൽ എത്ര ബ്രാൻഡഡ് ആണെങ്കിലും കുഴപ്പമില്ല, ഭണ്ഡാരം മാറ്റിയിട്ട് വേറെ വാങ്ങാന്ന് കേവലം ഒരു വണ്ടിക്ക് നമ്മൾ വിചാരിക്കും. ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിനും നമ്മുടെ കൂടെ ഉള്ള ഒരാളാണ്, എല്ലാത്തിനും നമുക്ക് വേണ്ട ഒരാളാണ്. അപ്പം കുറേ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീരെ പറ്റുന്നില്ല, ലാസ്റ്റ് 2-ൽ ഒരാളെ വരുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വരുമ്പം എന്തിനു വെറുതെ അവർക്കും വിഷമം, അവരുടെ വീട്ടുകാർക്കും വിഷമം, നമുക്കും വിഷമം, നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കും വിഷമം, ഉറങ്ങാൻ പറ്റുന്നില്ല, ടെൻഷൻ, ഒന്നും നമുക്ക് അതുകൊണ്ട് യാതൊരുവിധ സന്തോഷവും കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വേണ്ട. ഒരിക്കലും കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് കളയാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ ഞാനെന്നല്ല ഒരാളും അങ്ങനെ എടുക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഒക്കെ വിധിയാണ്, നമുക്ക് അത് അനുഭവിക്കാൻ ഒരു യോഗം എന്നൊരു സാധനം കിടക്കുവാണെങ്കിൽ നമ്മളിനി എന്തൊക്കെ വിചാരിച്ചാലും ഡെസ്റ്റിനി ആ ഒരു സാധനം ഭയങ്കര. എപ്പോഴെങ്കിലും എനിക്കിനി ഞാൻ മാത്രം മതി അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ പറ്റാത്ത ഒരാളാണോ? എപ്പോഴെങ്കിലും ആരെങ്കിലും വേണം? എനിക്ക് അങ്ങനെ ഒട്ടും പറ്റാത്ത, അതുകൊണ്ടല്ലേ മീൻസ് ഞാൻ എപ്പോഴും പറയും നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ എന്റെ ഫ്രണ്ട്സൊക്കെ, എന്നെ അടുത്തറിയുന്ന ഫ്രണ്ട്സൊക്കെ പറയും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവർ 10% ചെയ്യുന്ന 100% ചെയ്യുന്ന ഒരാളാണെന്ന് പറയുന്ന അടുത്ത്. ഇപ്പൊ എന്റെ കൂടെ ഒരാളുണ്ട്, എനിക്കൊരാളുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ 2 സ്റ്റെപ്പ് നടക്കുമ്പോഴേക്കും ഞാൻ 100 സ്റ്റെപ്പ് നടന്നിരിക്കും. ഞാൻ ഓവറായിട്ട് പണിയെടുക്കും. പക്ഷെ എന്റെ കൂടെ ഒരാൾ വേണം, ഞാനുണ്ട് കേട്ടോ, ഞാനുണ്ട്, നീ ചെയ്തോ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാനൊരാൾ വേണം. പക്ഷെ ഒറ്റയ്ക്ക് അല്ലാതെ ചെയ്യാൻ എനിക്ക് ഒട്ടും പറ്റാത്ത ഒരാളാണ്. എൻ്റെ കൂടെ എനിക്ക് എപ്പോഴും കുറേ ആൾക്കാർ വേണം. എനിക്ക് എൻ്റെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ, എൻ്റെ സന്തോഷം ഷെയർ ചെയ്യാൻ, എൻ്റെ സങ്കടം ഷെയർ ചെയ്യാൻ. ചിലപ്പോൾ അതെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, ചിലപ്പം അതെൻ്റെ ഒരു പാർട്ട്ണർ ആയിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരാൾ വേണം, അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ചെയ്യും. അതുകൊണ്ട് എനിക്കൊരു ഇപ്പം എൻ്റെ കൂടെ ഒരാളുണ്ട് വെച്ചോ, ഞങ്ങളുണ്ട് കേട്ടോ, നീ ചെയ്തോളം പറഞ്ഞാൽ ഞാൻ മരിച്ച് പണിയെടുക്കുന്ന ഒരാളാ. എനിക്ക് അതിൽ ഒരു സങ്കടമില്ല, ഞാൻ അങ്ങനെ പണിയെടുക്കുന്ന ആളാണ്. പക്ഷെ അങ്ങനെ ഒരാൾ ആ ഒരു സ്ഥലം എനിക്ക് ഇപ്പൊ ഒരു യാത്ര, ഒരു സിനിമയ്ക്ക് പോയാൽ തന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകും, ഞാൻ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുന്നു. പക്ഷെ എനിക്കത് പറ്റില്ല, എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളൊരു സിനിമ കണ്ടിട്ട് നമുക്കത് ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് അടുത്തിരിക്കുന്ന ആൾക്കാരുടെ അയ്യോ അത് നല്ലതല്ലേ എന്ന് പറയാൻ നമുക്കൊരാൾ വേണ്ടേ. എനിക്ക് അങ്ങനെ എൻ്റെ കൂടെ ഒരാൾ വേണം. ഒരു ഫ്രണ്ട് ആണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ എൻ്റെ ഇമോഷൻസ്, ഇപ്പൊ നമ്മളൊരു ഒറ്റയ്ക്ക് യാത്ര പോകാൻ എനിക്ക് ഇഷ്ടം, എനിക്ക് യാത്രകൾ ഇഷ്ടമാണ്. പക്ഷെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കുന്നത് എങ്ങനെ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളൊരു നല്ലൊരു കാഴ്ച കണ്ടു വെച്ചോ,
നമുക്കത് അയ്യോ വാവ് ബ്യൂട്ടിഫുൾ അല്ലേ എന്ന് പറയാൻ ഒരാൾ വേണ്ടേ. നമ്മളോട് ഇനി സൂപ്പർ എന്ന് പറഞ്ഞിട്ട് എന്താ, നമുക്ക് ആ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണ്ടേ. ഞാൻ ഭയങ്കര എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്, അതെന്താണെങ്കിലും ഭയങ്കര എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്, അല്ല എന്ത് ചൂട്. ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.